സാർ അമ്മയിലെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ക്യാൻ മീഡിയയിൽ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി ഇടപെട്ട് കൃത്യമായിട്ടും പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഇനി ആരും അഭിമുഖം കൊടുക്കരുത്, ഈ ഒരു വിഷയത്തിൽ പ്രതികരണങ്ങൾ അമ്മയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവരുത്, മുതിർന്നവർ അതിനുള്ള നേതൃത്വം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കൃത്യമായിട്ടും വിലക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന നടിയുടെ ക്യാൻ മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ, അത് ചില കാര്യങ്ങളിൽ ഒരുപാട് അതിര് കടന്നു പോയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ, സത്യം പറഞ്ഞാൽ പരദൂഷണങ്ങൾ ഒരുപാട് പുറത്തു വന്നു. ഇപ്പം അൻസിബ ഹസൻ എന്ന് പറയുന്ന നടിക്കെതിരെ ഇവർ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഇവർ ഇൻ്റർവ്യൂ കൊടുക്കാൻ നമ്മളുടെ ഒരു വ്യക്തി ഒരു ഭാഗം പറയുന്നതിൽ തെറ്റുണ്ടെന്ന് പറയുന്നില്ല, അഭിമുഖങ്ങൾ പറയാം, ഈ പറയുന്ന പോലെ മാധ്യമങ്ങളെ കാണാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീ 30 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി, അവിവാഹിതയാണ്, അവർക്കെതിരെ നടത്തിയിരിക്കുന്ന കുറച്ച് പരാമർശങ്ങൾ, അത് ന്യായമായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന്, ഇവർ പറഞ്ഞേക്കണ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അൻസിബയുടെ മദ്യപിക്കും എന്നുള്ളതാണ്. അതിന് അൻസിബ മദ്യപിക്കണ അൻസിബയുടെ ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ ഇന്ത്യ നിയമപ്രകാരം വിലക്കിയതൊന്നുമല്ല. അതേസമയം കളി മാറിയാൽ അൻസിബ വല്ല മറ്റേ ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊക്കൈനൊക്കെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ശരിയാണ് മാറിയത്. ഇതിപ്പോൾ അതല്ല, മദ്യപിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ മദ്യപിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു വരി കൂടിയുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലം വരെ പോയി എന്ന് പറയണം. അപ്പം രണ്ടുപേരും കൂടി പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവരും അകത്ത് കയറി ഇരുന്നിട്ടുണ്ടാവും എവിടെയെങ്കിലും, ഇല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടായിട്ട് ഇവരെ എന്ത് ചെയ്തു. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് തോന്നുന്നത് ഇവർ ബില്ല് കൊടുത്തു എന്നാണ്. അങ്ങനെ ബില്ല് കൊടുത്തതിൽ ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ പറയണത് അൻസിബ ഇന്നോ നാളെയോ വിളിച്ചിട്ട് അതിന്റെ പണം തിരികെ കൊടുക്കേണ്ടതാണ്. കാരണം അങ്ങനെ നമ്മളിപ്പോൾ ഓക്കെ, അവര് ഇനി ചിലരൊക്കെ അങ്ങനെ കെണിപ്പെടുത്തി ബില്ല് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി മറ്റേ എഴുന്നേറ്റ് പോയി അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ ബില്ല് കൊടുക്കേണ്ടി വന്ന അവസ്ഥയാണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ സങ്കടം മനസ്സിലാവും. പിന്നെ സത്യത്തിൽ ആ ഇന്റർവ്യൂവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്റർവ്യൂ എടുത്തത് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം താങ്കളൊക്കെ തന്നെ മാലാപാർവതിയുമായിട്ടൊക്കെ നടത്തിയ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അപ്പോൾ മാലാപാർവതിയായിട്ട് നടത്തിയ ഇൻ്റർവ്യൂവിൽ മറ്റേ മാലാപാർവതി പറയുന്നുണ്ട്, ഞാനൊന്നും അത്ര നല്ല സോളല്ല, പക്ഷേ അൻസിബ വളരെ പ്യൂറായിട്ടുള്ള സോളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അൻസിബ വളരെ പ്യൂറായിട്ടുള്ള ഒരു സോളാണ് എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ സമൂഹത്തിൽ അങ്ങനെ പടർന്നു പിടിക്കണ്ട എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് ഈ അടി അടിച്ചത്. അപ്പോൾ ഈ അടി അടിക്കുമ്പോൾ പോലും ഇനി അത് പോരാ എന്ന് തോന്നിയിട്ടാണ് ഇവർ അടുത്തൊരു ഡയലോഗ് കൂടി അടിച്ചത്. കാരണം ഇവർ വെളുപ്പിന് 4 മണിക്ക് ഒരു സ്ഥലത്തേക്ക് എറണാകുളത്തേക്ക് പോരുമ്പോൾ കൂടെ പോരാൻ അൻസിബയെ നിർബന്ധിച്ചു. പക്ഷെ കൂടെ പോരാൻ അൻസിബയെ നിർബന്ധിച്ചപ്പോഴേക്കും യഥാർത്ഥത്തിൽ അൻസിബ പോകുന്നില്ല. പകരം ഇവരിറങ്ങുമ്പോൾ തന്നെ ഒരാൾ മാസ്ക് ഒക്കെ വെച്ച് അവിടെ വെച്ച് കണ്ടു എന്നാണ് ഇവർ പറയുന്ന ആദ്യത്തെ വാചകം. അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ കണ്ടില്ല. ലാസ്റ്റ് മണിക്കൂറുകളോളം അവിടെയുള്ള ആളുകളൊക്കെ വന്ന് അന്വേഷിച്ചതിന് ശേഷം അകത്തൊരാളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അകത്തൊരാളുണ്ടായിരുന്നു എന്നുള്ളത് വരെ കുഴപ്പമില്ല. ആ പറഞ്ഞേക്കുന്ന പേരുകാരനെയും മിഥിലാജോ എന്താ പറയുക പേരുകാരനെയൊക്കെ നമുക്കറിയാം. അപ്പം അത് ആങ്ങളെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതും പക്ഷേ അൻസിബക്ക് ഇവിടെ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അതിൽ വലിയ തെറ്റൊന്നുമില്ല. ട്രസ്പാസ് ചെയ്ത് അകത്തേക്ക് കയറുകയോ അല്ലെങ്കിൽ ഓക്കെ. പിന്നെ പുള്ളി പറഞ്ഞ ഒരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇപ്പം എവിടെയാണെങ്കിലും ID കാർഡ് കൊടുക്കേണ്ടതാണ്. 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന ആളാണെങ്കിലും ID കാർഡ് കൊടുക്കാതെ അത് കയറ്റി വിടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ ഇന്റർവ്യൂവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലക്ഷ്മി പ്രിയക്ക് ഇപ്പോഴും അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഇങ്ങനെയൊന്നും അല്ല ഇന്റർവ്യൂ നടത്തേണ്ടത് എന്നുള്ളതാണ്. പിച്ചും പേയൊക്കെ വിളിച്ചു പറയുകയാണ്. ഇതിനു മുമ്പ് KSFക്കെതിരെയായിരുന്നു ഒരു വാളെടുത്ത്. ഞാൻ വിചാരിച്ച അന്നോടുകൂടി KSF ആത്മഹത്യ ചെയ്യുമെന്ന് ചോദിച്ചു. KSFക്ക് എന്ത് പറ്റാനാണ്? KSFയുടെ ഏതോ മാനേജർ ചതിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ, അതുപോലെ തന്നെ ഉഷ ഹസീനയോട് പറയുന്നു ഉഷയും ഹസീനയും മറ്റേ 2 പേരുകളല്ലേ എന്നൊക്കെ പറയും. എന്തൊരു അസംബന്ധമാണെന്ന് അറിയുന്നത്. ഉഷ എന്നുള്ള പേരവർക്ക് ബാലേന്ദ്രമേനോൻ കൊടുത്തൊരു പേരാണ്. അവരെ ആളുകളൊക്കെ ഹസീന എന്ന് തന്നെ വിളിക്കണം. അവരതിനു വേണ്ടി പേരൊന്നും മാറ്റിയിട്ടില്ല. അല്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞ പക്ഷേ ഈ ലക്ഷ്മി പ്രിയയുടെ ആരെങ്കിലും പറഞ്ഞ് ഒന്നും മനസ്സിലാക്കണം. അവർക്ക് കുറച്ച് വെളിവുണ്ടാകണം. ആദ്യം തന്നെ തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ അപമാനിക്കരുത്. അത് അവരുടെ ഇഷ്ടമാണെന്നേ. മനസ്സിലായ ഒന്ന്. ഇനി രണ്ടാമത്, ഇതിന്റെ ഈ ചെയ്യണതിന്റെ പിന്നിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു രോഗം അറിയാവുന്നതുകൊണ്ടാണ്. ആ സമൂഹത്തിന്റെ രോഗം ഇപ്പം ഞാൻ തുറന്ന് താങ്കളോട് പറയാം. ഞാൻ പല വലിയ കല്യാണങ്ങൾക്കൊക്കെ ചെല്ലാറുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ അമ്മയായിട്ടോ വൈഫായിട്ടോ ഒക്കെ പല കല്യാണങ്ങൾക്കൊക്കെ ചെല്ലാറുണ്ട്. അപ്പോൾ കല്യാണത്തിന് നമ്മൾ കുറേ കൂടി ഒരു പോഷായിട്ടുള്ള കല്യാണമൊക്കെ ആകുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ബാർ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബാർ കൗണ്ടർ സെറ്റ് ചെയ്യുമ്പോൾ ചിലരൊക്കെ എന്നെ വളരെ വിളിച്ചിട്ടൊക്കെ പോകും രഹസ്യമായിട്ട്. എന്ന് പറഞ്ഞാൽ അമ്മയും ഞാനുമായിട്ടുള്ള ഈ മെർമൈഡിൽ വെച്ചുള്ള ഒരു കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടൊക്കെ പോയി പുള്ളി. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്കെല്ലാം ഇവിടെ ഉണ്ട്. അതായത് പുള്ളിയുടെ വിചാരം അമ്മ അറിയാതെ ഞാനിത് കഴിക്കാതാണ്. അപ്പം ഞാൻ അന്നേരം ഇല്ല, ഞാൻ കഴിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും ബീർ കഴിക്കാറുണ്ട്. അപ്പം അന്നാ ബീർ ഞാൻ പറഞ്ഞാൽ അതും വേണ്ട ഇപ്പം, കാരണം അങ്ങനെ വല്ലപ്പോഴും കഴിക്കാറുള്ളതെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇവർ പറയുന്ന അടുത്ത വാചകമുണ്ട്, പുള്ളി നീറ്റാണ് കേട്ടാന്ന് ഒരാളോട്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് ബോധമാണ്. അല്ല, നമ്മളെ നീറ്റൊന്നും അല്ല, നീറ്റാണോ അല്ലേ എന്നൊക്കെയുള്ള വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത്
കഴിക്കാത്തവരെന്തോ നല്ല ആളുകളാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിനുണ്ട്. അതിലൊന്നും ഒരു യാഥാർത്ഥ്യമില്ല. കഴിക്കാണ്ടിരുന്നാ മതി, വേണമെങ്കിൽ 2 പിടിച്ച് കൊടുത്തു, അതെ. ഒരുത്തനെ കൊന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ആളുകളുടെ ഒരു തോന്നലുണ്ടല്ലോ. ഇപ്പൊ ഒരു സ്ത്രീ കേരളത്തിൽ മദ്യപിക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഡാമേജ് ഉണ്ട്, ഒരു പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട്, അതുപോലെ തന്നെ 4 മണിക്ക് ഒരു സുഹൃത്ത് വന്ന് കയറി എന്ന് പറയുമ്പോൾ കിട്ടാനുള്ള ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് രണ്ടും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഇവര് 10 കോടി രൂപ നോട്ടീസ്, 10 കോടി രൂപ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു. ഇനിയിപ്പോ അൻസിബ ഉണ്ടായിട്ട് കേസ് അതെ അൻസിബ കേസ് കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു. ഇത് സത്യമല്ലെന്ന് തെളിയിക്കാൻ നീ കേസ് കൊടുക്കുന്ന പറയുന്നത്, പക്ഷെ സത്യമല്ലെന്ന് തെളിയിക്കാനല്ല. ലക്ഷ്മിപ്രിയ എന്തിനാണ് കേസ് കൊടുത്തത് അൻസിബയ്ക്കെതിരെ? അൻസിബ ഒരു മെസ്സേജ് അയച്ചു, അവർ തന്നെ പറയുന്നുണ്ട് ഇത്രയേ ഉള്ളൂ മെസ്സേജിൽ, ചേച്ചി എന്തോ പോലെ ഒരു ഫോട്ടോ എടുത്തിരുന്നു ദുബായിൽ വെച്ച്, അതുകൊണ്ട് മാത്രം കുടുംബം തകർന്നു അല്ലെങ്കിൽ ഭർത്താവ് ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കേസ് കൊടുത്തത്. അല്ല, ശരിക്കും പറഞ്ഞാൽ അത് കേരള പോലീസിനെയാണ് ആദ്യം തന്നെ വള്ളിച്ചൂരലടിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കേരള പോലീസിന് വേറെ 10,000-10,000 കേസുകൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ആ കെട്ടിക്കിടക്കുമ്പോഴേക്കും ഒരാൾക്കൊരു മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ പറഞ്ഞു വിടേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള വലിയ ചില ADGPമാരും വലിയ ഉദ്യോഗസ്ഥരും ഒക്കെ യഥാർത്ഥത്തിൽ ഈ ചില താരങ്ങളായിട്ടൊക്കെ വലിയ ബന്ധമുള്ളത് കൊണ്ടിട്ടാണ് ഈ കേസ് അവിടെ വരെ എത്തിക്കണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്കൊരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജ് അയച്ചത് എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നേക്കണേണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ടാമത്തത് അൻസിബ ചെല്ലേണ്ട ആവശ്യമില്ല. അൻസിബക്ക് അറിയാത്തതുകൊണ്ടാണ് ചെന്നേക്കണത്. ഈ മിഥിലാജൊക്കെ എന്തിനിരിക്കണേന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഫ്ലവേഴ്സിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ആദ്യത്തെ സ്റ്റാഫായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു തവണ കണ്ടിട്ടുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കണ്ടേ, ഇതൊന്നും ചെല്ലേണ്ട ആവശ്യമില്ലെന്ന് പറയണം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞതാണ്. അത് സംഭവിച്ചിട്ടില്ല കേട്ടാ, താങ്കൾ അറിയണം, അത് സംഭവിച്ചിട്ടില്ല. 10 കോടി രൂപക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്, അല്ലാതെ കൊടുത്തിട്ടില്ല. ഈ കൊടുക്കുമെന്ന് ആർക്കും പറയാം. എനിക്ക് വേണമെങ്കിൽ താങ്കൾക്കെതിരെ 10 കോടിക്ക് വക്കീൽ നോട്ടീസ് അയക്കാം. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ? അതിന്റെ 10% നമ്മൾ അടക്കണം. ഞാൻ സിവിൽ കേസാണ് കൊടുക്കണമെങ്കിൽ 1 കോടി രൂപ കെട്ടിവെക്കണം. ഇനി അവിടെയും തീർന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പിന്നെ നമ്മൾ കോടതിയിൽ എത്തിയിട്ട് നമ്മൾ മാനമുണ്ട് എന്നുള്ളത് തെളിയിക്കണം. അപ്പോൾ ആ മാനമുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചിട്ട് അതിൽ ഇത്രയും നമുക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു എന്നുള്ളത് തെളിയിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഭയങ്കര ടയറിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി കോടതിയിലേക്ക്. കാരണം വെച്ചാൽ വക്കീലന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവിധ അഭ്യാസവും പഠിച്ചിട്ടുള്ള അവിടെയാണ്. അവരുടെ 50 ചോദ്യം കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചമുള്ള മാനവും കൂടി കപ്പൽ കയറും, മര്യാദക്കാരാണെങ്കിൽ പോലും. ഞാൻ പറഞ്ഞ മര്യാദക്കാർ, നിങ്ങളറിയേണ്ടത് ഇപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലും ഒരു കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങളുടെ പേരിൽ ആ പെൺകുട്ടി 50 തവണയെങ്കിലും ആ കോടതിയിൽ നിന്ന് കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലായി? ആ സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് മാനനഷ്ട കേസ്. അതുകൊണ്ട് മാനനഷ്ട കേസ് കൊടുത്ത ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊന്നും നടപടിയാണ്, കേസല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഞാൻ പറഞ്ഞ ഒരൊറ്റ വഴിയുള്ളൂ. അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കാണിച്ചു തന്നൊരു വഴിയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ എല്ലാവരെയും കൂടി ഇപ്പം വന്ന് പോലീസ് തൂക്കിയെടുത്തിട്ടുണ്ടല്ലോ. PFIക്കാരെയൊക്കെ വന്ന് NIA വന്ന് തൂക്കിയെടുത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കണ്ണ് തിരുമ്പി നോക്കുമ്പോൾ കാണുന്ന പിന്നെ ഡൽഹിയാണ്. കാരണം വെളുപ്പിന് 4 മണിക്ക് ഇവിടെ വന്ന് എല്ലാവരെയും തൂക്കിപ്പിറക്കി കയറ്റി മറ്റേ എയർപോർട്ടിൽ നിന്ന് നേരെ 6 മണിക്ക് ഡൽഹിക്ക് എത്തി. അപ്പം അന്ന് ഉച്ചക്ക് അവരൊരു പണി ചെയ്തായിരുന്നു. എന്താണെന്നറിയാം? ഒറ്റ വരിയിൽ ഒരു കാര്യം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഘടന പിരിച്ചുവിട്ടു, പ്രശ്നം തീർന്നു. അപ്പം ഇതുപോലെ സത്യം പറഞ്ഞാൽ ഞാൻ പറയണത് ഈ AMMയുടെ കേസിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നാളെ രാവിലെ മമ്മൂട്ടിയും മോഹൻലാലും 2 പേരും ഇങ്ങോട്ട് വരിക. 2 തോക്ക് എവിടെ നിന്നെങ്കിലും സമയം തോക്കിന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ തോക്ക് സമയം എടുത്ത് ചോദിക്കുക. കാരണം പുള്ളി ഉണ്ട ഫ്രീ ആയിട്ട് പോലീസിന് കൊടുക്കാമെന്ന്. ഞാൻ 2 ഉണ്ട തരുമെന്ന് പറയാം. ആ തോക്കുകൾ 2ആയിട്ട് വന്നിട്ട് ഇവരെന്ത് ചെയ്യുക, AMMയുടെ ഓഫീസിന് ഫ്രണ്ടിൽ നിന്ന് മുകളിലേക്ക് വെടിവെച്ചിട്ട് എന്ത് ചെയ്യുക, എല്ലാം പിരിച്ചു വിട്ട് ഓടിക്കോളാൻ പറയുക. അതെ പറഞ്ഞാൽ ഈ പ്രശ്നം തീരും. സത്യത്തിൽ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ സാംസ്കാരികമായ രംഗത്ത് ഈ യൂട്യൂബിലൊക്കെ എന്തൊരു മലീമസമായ കാര്യങ്ങളാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഇത്. ഇനി ഇതിന് എതിരായിട്ട് മിക്കവാറും ഇപ്പൊ അൻസിബയുടെ ഇന്റർവ്യൂ വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇനി അൻസിബയുടെ തന്നെ വേറൊരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ പറയണത് എന്താണെന്ന് അറിയാമോ? ഈ ഇവരുടെ ഇന്റർവ്യൂവിൽ വേറെ ചില കാര്യങ്ങൾ പറയണ്ട, അത് അൻസിബ മറുപടി പറയണ്ട. കാരണം 18,000 രൂപക്ക് ഇവിടെ മറ്റേ IFKയിൽ പാർട്ടി നടത്താൻ വേണ്ടി കാറ് വിളിച്ച് പോയി 18,000 രൂപ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇവർ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി എന്നാണ് പിന്നെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ട്രെയിനിൽ പോയപ്പോൾ ട്രെയിനിൽ പോയ കാശ് ലാഭിക്കായിരുന്നില്ലെന്ന് ചോദിക്കണം. അപ്പൊ അതുപോലെ നിരവധി കാര്യങ്ങൾ. അതുപോലെ ഈ 17 പേരുടെ മീറ്റിങ്ങിന് ഈ നമ്മുടെ അൻസിബ ഹസൻ പറയണത് 17 പേരുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടേ ഒരു ലക്ഷറി ആയിട്ടുള്ള വളരെ 10, 50, 100 ഐറ്റംസ് ഉള്ള ബുഫേ മീൽസ് കൊണ്ടുവന്ന് കാറ്ററിംഗ് സർവീസുകാർ അവിടെ കൊണ്ടുവന്ന് ഇവർക്ക് വിളമ്പി കൊടുക്കുന്നതിന് 17 പേർക്ക് ശരിക്കും പറഞ്ഞാൽ തൊട്ടപ്പുറന്ന് വല്ല പൊതിച്ചോറും മേടിച്ച് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ചാരിറ്റി സംഘടന ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അത്തരത്തിൽ ലക്ഷറി വേണോ എന്ന് ചോദിച്ചു. ഇനി ഇത് പോട്ടെ,
നിരവധി വേറെ കാര്യങ്ങൾ, അതായത് സരയുവിൻ്റെ ഭർത്താവിന് 2.5 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു. അതുപോലെ നിരവധി കണക്കുകളിൽ അവിടെ പൊരുത്തക്കേടുണ്ടെന്ന് പറയുന്നു. ഇതിനൊക്കെ ഇവരെന്ത് ചെയ്യണം? മറുപടി പറയണം. അല്ലാതെ മറ്റേ ഇവര് നമ്മുടെ ശ്വേതാ മേനോൻ വീട്ടിൽ പോയി അടയിരുന്നിട്ടും മറ്റേ വെറുതെ സ്പെക്സ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഷോ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല, ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ മറുപടി പറയാൻ ഒരു 2 ടീം ഒരുമിച്ച് ഇരുന്നിട്ട് വേണം ഈ ചോദ്യോത്തരങ്ങളെല്ലാം വരാനായിട്ട്. ഇവർ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാൻ തയ്യാറല്ല. ഇപ്പൊ അൻസിബ നടത്തിയ ആ ഒരു 20 മിനിറ്റ് സ്പേസിൽ പോലും ഇപ്പോൾ ലക്ഷ്മിപ്രിയ പറയുമ്പോഴാണ് അറിയണത് ആ സമയത്ത് ശ്വേതാ മേനോൻ, ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ളവർ VIP റൂമിലായിരുന്നു എന്ന്. ലക്ഷ്മിപ്രിയ തന്നെ പറയുകയാണ്, ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് VIP റൂമുണ്ട്. അൻസിബ മറ്റേ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ മാലാപാർവതി പറയുന്ന അൻസിബ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ താങ്കളുടെ ഇന്റർവ്യൂ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു അപ്പൊ ഇവരൊക്കെ എവിടെ ഇരുന്നു. ഇപ്പോഴാണ് എനിക്ക് അതിൽ ക്ലാരിറ്റി കിട്ടിയത്. കാരണം ഇവർ അപ്പുറത്തായിരുന്നു, ഇവര് വേറെ റൂമിൽ ഇവർ അടച്ചിട്ടേക്കൊണ്ടാണ് ഇപ്പുറത്ത് പിൻ ഡ്രോപ്പ് സൈലന്റ്. അവിടെ ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ സാറിനെ പറ്റി ഒരു കാര്യം അലിഗേഷൻ പറയാണ്, സാറിന്റെ മുന്നിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ സാറിന് എനിക്ക് ഇതിനുള്ള ഇത് തരാം, ക്ലാരിറ്റി തരാൻ പറ്റുള്ളൂ. സാറിനെ അപ്പുറത്തിരുത്തിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് സാറിനെതിരെയുള്ള അലിഗേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സാറ് തിരിച്ചു വന്നിട്ട് ഇവൻ ഇവിടെ ഇരിക്കുന്ന ക്യാമറാമാൻ പറഞ്ഞു തരാണ് നമ്മളോട്, സാറിനെ പേര് ഐശ്വര്യ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, ഇതിനെന്താ തിരിച്ചു പറയാനുള്ളത്. അപ്പൊ പറയുന്നത് ഇപ്പൊ ഈ ചെമ്പരത്തി എന്ന് പറഞ്ഞ് കേട്ട് അവസാനം ഇപ്പുറത്ത് വരുമ്പോൾ വേറെ എന്തോ ആവുന്നൊരു സാധനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഇതില് താങ്കൾ പറഞ്ഞ അങ്ങനെ ഒരു ഷോ ഇപ്പൊ സംഘടിപ്പിക്കണമെങ്കിൽ ഇനിയിപ്പോ ശ്രീകണ്ഠൻ നായർ സാറിന് മാത്രമേ പറ്റുള്ളൂ. കാരണം ഉറപ്പായിട്ട്, കാരണം പക്ഷെ ആ ഷോയോടുകൂടി പുള്ളി ചിലപ്പോൾ ആ പരിപാടി എടുത്തേണ്ടി വരും. കാരണം അത് കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ട് അത് നടക്കാൻ സാധിക്കില്ല. ഇതിൽ പ്രത്യേകിച്ച് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന നടി എന്ന് വെച്ചാൽ പ്രാഗലിന്റെ ശപിക്കലിന്റെ ഒരു ദേവി മഹാകാളി പോലെയൊക്കെ അവരുടെ ഒരു ശാപവാക്കുകൾ കേട്ടിട്ട് ഞാനിപ്പോ ഓർത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. അല്ല, ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇതിന്റെ പ്രശ്നം നമ്മുടെ ആളുകളുടെയാണ്, നാട്ടുകാരുടെ പ്രശ്നമാണ്. എന്താ കുഴപ്പമെന്നറിയോ? നമ്മൾ ആദ്യമേ തന്നെ ഒരു റിയാലിറ്റിയിലേക്ക് ഈ സിനിമ കാണുന്നവരെത്തണം. അതായത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ദ കിങ്ങിലെ കളക്ടറല്ല, മനസ്സിലായേ? അതുപോലെ മോഹൻലാൽ എന്ന് പറയുമ്പോഴത്തേക്കും നരസിംഹത്തിൽ ഈ പറയുന്ന പോലെ എന്തിനോടും മെല്ലടിക്കുന്ന ഒരാളല്ല. പണ്ട് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, മറ്റേ സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കും പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് അതിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ, അതായത് വഴിയിൽ പരിചയപ്പെടുന്ന ഒരു പെൺകുട്ടിയോട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോരുന്നു എന്തും വിളയും എന്ന് അവിടെ എന്തും വിളയും എന്ന് പറയാൻ മാത്രം ചോദിക്കാൻ മാത്രം സ്മാർട്ടായിട്ടുള്ള ഒരാളല്ലേ. അതുകൊണ്ട് തന്നെ ആരാധന പറഞ്ഞു വരുന്ന പെൺകുട്ടികളോടൊന്നും എനിക്ക് പ്രണയം തോന്നില്ല. കാരണം അവരാരാധിക്കുന്നത് കഥാപാത്രങ്ങളെയാണ്, യഥാർത്ഥ സ്വഭാവം വേറൊന്നാണ്. യഥാർത്ഥത്തിൽ ഇവരെല്ലാം നേരിനൊപ്പം നിൽക്കുകയും തിന്മക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളൊന്നുമല്ല ആരും തന്നെ, ഈ മോഹൻലാൽ ആരും തന്നെ. അപ്പം അതുകൊണ്ട് അത് ജനം മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ ലളിതമായി പറഞ്ഞാൽ ഇവരൊക്കെ ഒരു സാധാരണ ആക്ടേഴ്സാണ്. അതിൽ ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന വിവരമുള്ള വാചകങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇവരൊക്കെ കുഴപ്പമില്ലാത്ത ആളുകളും അമ്മയായിട്ടും അതുപോലെ നായികയായിട്ടും ഒക്കെ നമുക്ക് തോന്നണത്. സത്യം പറഞ്ഞ് ഇവരോട് അല്ലാതെ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ എൻ്റെ ദൈവം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ എന്ന് പറയുന്ന ചിന്തയിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഈ AMMയുടെ ഇപ്പം ഇത് കേൾക്കുമ്പോൾ കുറേ പേര് പറയും അവർ കൊടുക്കുന്ന കൈനീട്ടം നഷ്ടപ്പെടും. കൈനീട്ടമൊക്കെ ഇത്രയൊക്കെ ഉണ്ട്, 5000 രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കുക, ഇത്രയൊക്കെ തരാൻ തായ്ലൻഡിൽ കൊണ്ടുപോയിട്ട് മീറ്റിംഗ് നടത്താം, അതിനപ്പുറത്തേക്ക് അങ്ങനെയൊക്കെ ഓഫർ കൊടുക്കണം. അതൊക്കെ എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. എന്തിനാണ് ഒരു നമ്മൾ ഏവിയേഷൻ കോഴ്സ് പഠിപ്പിക്കുന്ന പല കോളേജുകാരും പറയും ഞങ്ങൾ ഇങ്ങനെ ഇന്നടത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരും. അതിൽ മാത്രം ആകൃഷ്ടരായിട്ട് ഈ ഫേക്ക് ഏവിയേഷൻ കമ്പനികളിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ കൊച്ചിയിൽ തന്നെ. അല്ലേ, യഥാർത്ഥത്തിൽ എനിക്ക് ആദ്യമേ തന്നെ ഈ ശ്വേതാമേനോടൊക്കെ പറയാനുള്ളത് ഇപ്പം തന്നെ അവരുടെ ഒരു ലെവൽ ഇടിഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ഒരു സമിതി ഉണ്ടായിരുന്നു, ഏറ്റവും അടിസ്ഥാനമായിട്ട് അവർക്ക് കണക്ക് വെക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ തന്നെ സമിതി പൊളിഞ്ഞു. മനസ്സിലായി? കണക്ക് വെക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, കണക്കിൻ്റെ അന്ന് അവിടെ നടന്നിട്ടുള്ള സംഭവം എന്താണെന്ന് താങ്കൾക്കറിയോ? കണക്ക് വെച്ചു. അപ്പോൾ ഇത് കണക്ക് കറക്റ്റാണോ എന്ന് അവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ക്വാളിഫൈഡ് അക്കൗണ്ട്സ് ആണ് എന്ന് പറഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ അടക്കിയിട്ടുള്ള അക്കൗണ്ട്സ് ആണ്, ഇത് ഫൈനൽ അല്ലാതെ അയാൾ പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ഇവർ ശ്വേതാമേനോൻ പറയുകയാണ് അതിന് ട്രഷറർ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. അപ്പോൾ ട്രഷറർ പറയണേ എന്നെ ഇവിടെ നിന്ന് 3 മാസം മുമ്പ് പറഞ്ഞു വിട്ടു, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന പുള്ളി ചോദിക്കണം. അപ്പോൾ ഇങ്ങനെ ആകെ കേസാണ്. ഇതിൽ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ക് വെച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ കണക്കിനെ കുറിച്ച് വിശദീകരിച്ചേ പറ്റും. അപ്പോൾ കണക്ക് വിശദീകരിക്കാതെ ഇവരിരുന്ന് അതും ഇതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ശ്വേതനോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ബലം കിട്ടാൻ വേണ്ടി ലക്ഷ്മിപ്രിയ കൂടെ ഇറക്കി വിട്ട് ഇതുപോലെയുള്ള ഇന്റർവ്യൂ കൊടുക്കരുത്. എല്ലാ ബലവും കൂടി തകർന്ന് തരിപ്പണം. അല്ല, ഉറപ്പായിട്ടും ഇതിപ്പോ വലിയൊരു കേസ് പിന്നാലെ വരാനുള്ള എല്ലാ രീതി ഇപ്പൊ ഓൾറെഡി അൻസിബ ഹസൻ 2ാമത്തെ കേസ് കൊടുത്തു. ടിനി ടോമിനെതിരെ കൊടുത്ത കേസുണ്ട്, ലക്ഷ്മിപ്രിയക്കെതിരെ കൊടുത്ത കേസ് ഇപ്പോൾ ജൂലൈ 5 മറ്റേ എടുക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ കൊടുത്തിരിക്കുന്ന കേസ് പാലാരിവട്ട സ്റ്റേഷനിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. അത് ഏറ്റവും വാലിഡായിട്ട് നിൽക്കുന്നൊരു സാധനമല്ലേ. അതിനകത്ത് ലക്ഷ്മിപ്രിയ പറയുന്ന ഒരു എന്താ പറയുന്നത് ഭയങ്കര നിഷ്കളങ്കമായിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ആ വാതിൽ തുറന്നപ്പോൾ
അതായത് 4 മണി വരെ വിളിച്ച് 6 മണിക്ക് എന്തോ ആ ഹോട്ടലുകാർ വാതിൽ തുറന്നപ്പോൾ ഇപ്പോൾ ജനിച്ച് വീണ കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടുകൂടി വന്ന് വാതിൽ തുറന്നു എന്ന്. അത്തരം പരാമർശങ്ങളൊക്കെ ലക്ഷ്മിപ്രിയയുടെ ഒരു നിലവാരം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞാൻ ആ പാചകത്തിന്റെ ആദ്യത്തെ ഭാഗം കേട്ടപ്പോ ഞാനൊന്ന് പേടിച്ചു. ഞാനതിവിടെ വിശദീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത് എന്തൊരു പാചകമാണ് അതൊക്കെ. അതാണ് ഞാൻ പറഞ്ഞ ഇവര് ഞാൻ ചോദിക്കുന്നത്, ഇവർക്കെതിരെ ഒരു ആരോപണങ്ങൾ വന്നു, ഇപ്പൊ കണക്കിന്റെ ആരോപണങ്ങൾ വന്നു. ആ കണക്കിന് 45 ദിവസം സമയം ചോദിച്ചു, അത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം കൃത്യമായിട്ട് പറയുക. ഒന്ന്. രണ്ടാമത്തത്, ഇനി ഇവർക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തി എല്ലാവരും കൂടി എന്ത് ചെയ്തു ഇവരെ മോശക്കാരാക്കാൻ അതൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞത് ഞാൻ താങ്കളോട് ഇത് സംസാരിക്കാനുള്ള കാര്യം എന്താണെന്നറിയാമോ? താങ്കൾ പോയി കൊടുത്ത ഇന്റർവ്യൂ കൂടിയാണ് അവരെ പ്രൊവോക്ക് ചെയ്തിട്ടുള്ളത്. മാലാപാർവതി, കാരണം മാലാപാർവതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനൊരു പ്യുവർ സോളാണ്. എന്നിട്ട് മാലാപാർവതി ഇതും കൂടി പറഞ്ഞു. അതായത് മാലാപാർവതി അതിന് കുറച്ചും കൂടി ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി അടുത്ത ഡയലോഗ് കൂടി ഇട്ടു, ഞാനൊന്നും അങ്ങനെയല്ല കേട്ടാന്നാണ്. നമ്മളൊരു കാര്യമുണ്ട്, ചിലപ്പോ ഇനിയിപ്പോ രതീഷ് ശത്രുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള്, പക്ഷെ രതീഷ് മര്യാദക്കാരനാണ്, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ബലം കൂടും. മനസ്സിലായി? അത് കൂട്ടാൻ വേണ്ടി മാലാപാർവതി പറഞ്ഞു. അപ്പൊ അത്തരത്തില് പറയുന്ന ഒരു കാര്യത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വിട്ടിട്ടുള്ളത് ഈ ലക്ഷ്മിപ്രിയനാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിപ്രിയ ഇപ്പൊ അടുത്ത പുലിവാല് പിടിച്ചേക്കണത് നിസ്സാര കാര്യമല്ല. പിന്നെ ഇതില് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മളങ്ങ് മനസ്സിലാക്കണം, ഇതിൽ ഒരു കാര്യവും പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് ഇവരുടെ അടുത്ത ഏറ്റവും വലിയ വാചകം എന്താ? ബാബുരാജിന്റെ കാലത്തെ കണക്ക് ശരിയല്ലെന്ന്. ബാബുരാജിന്റെ കാലത്തെ കണക്ക് ശരിയില്ല. പിന്നെ ഈ സംഘടനയിലൊക്കെ പണം ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ ഐശ്വര്യ? സംഘടനയിലൊക്കെ നല്ലതായി പണം ഉണ്ടെങ്കിൽ ഇതുപോലെ ആളുകൾ വരാനും ലക്ഷറി ആയിട്ട് കാര്യങ്ങൾ നടത്താനും വേണ്ടിയിട്ട് ഇവരെല്ലാവരും തയ്യാറാവും. ചില ആളുകൾ എന്നോട് പറയുന്നത് 1 രൂപ പോലും പ്രതിഫലം മേടിക്കാതെ ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ടവിടെ നിന്നുള്ളതാണ്. ഈ കഷ്ടപ്പെട്ട് അങ്ങനെ നിന്നെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഈ കേരള സിനിമയിൽ ഇതുപോലൊരു സംഘടന കൊണ്ട് എന്താണ് പ്രയോജനം, എന്തിനാണ് കാര്യം എന്നുള്ളത്. എനിക്ക് ഏറ്റവും ചില ആളുകളോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം? ഈ AMMയുടെ പടി പോലും കയറാത്തത്. ഇപ്പൊ പൃഥ്വിരാജ് പുള്ളിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ ചെരുപ്പിന്റെ ഒരു പീസ് പോലും പുള്ളി അങ്ങോട്ട് കയറ്റാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ ഒരു മനുഷ്യൻ ഇതിനകത്തേക്ക് സത്യം പറഞ്ഞാൽ മര്യാദക്കാരായിട്ടുള്ള ഒരാൾ, ഇപ്പൊ നസ്ലിൻ, പൃഥ്വിരാജ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആസിഫ് അലി, ഇത്തരം ആളുകൾ ഒന്നും ഈ പരിപാടികൾക്ക് വരാറേ ഇല്ല. കാരണം കുഞ്ചാക്കോ ഇവരൊന്നും വരാറില്ല. പകരം പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ സംഘടന എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ സംഘടനയല്ല, ഇതൊരു അലവലാതി ക്ലബ്ബാണ്. ആ ക്ലബ്ബ് സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും കൂടി നാളെ വന്ന് മറ്റേ ഉണ്ട പുള്ളിനോട് മേടിച്ചിട്ട് മുകളിലേക്ക് വെടിവെച്ച് വിട്ടിട്ട് ഇത് പിടിച്ചു വിടുക. ആ AMMയുടെ ആസ്ഥാനം വിറ്റിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ മറ്റേ ഇത് കിട്ടുന്ന എല്ലാവർക്കും വേണമെങ്കിൽ ഈ 490 ഏലറ്റ് ഇനിയുള്ളു, കാരണം ശ്വേത വിട്ടുപോയി, എല്ലാവരും വിട്ടുപോയി, അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, കാശ് വീതിച്ച് കൊടുക്കുക. മനസ്സിലായി? അതായത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മാസമായിട്ടൊന്നും തരാൻ പറ്റില്ല. ഇതിപ്പോ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഉണ്ട്, നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു 10-50 ദിവസത്തേക്ക് എന്ത് ചെയ്യുക ചെയ്യുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ AMM ചെയ്യുന്ന ഏറ്റവും വലിയ അടുത്ത നീതി ഉണ്ട്, എന്താണെന്നറിയോ? ഈ പെൻഷൻ കൊടുക്കുന്നവർക്കോട് വോട്ട് ചെയ്യാൻ പറ്റില്ല. എന്തൊരു വൃത്തികളെ. നാളെ കേരളത്തിൽ പിണറായി വിജയൻ പറയണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ 2000 രൂപ വെച്ച് അല്ലെങ്കിൽ പെൻഷൻ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഒരു കാര്യം, നിങ്ങൾക്ക് വോട്ടവകാശമില്ല. നിങ്ങൾക്ക് വോട്ടവകാശം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഭിപ്രായം പോലും പറയാൻ പാടില്ലെന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായി? അപ്പൊ ഇത്തരത്തിൽ എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടി അവിടെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയാമെന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ സംഘടനയും ഈ സംഘടനയിലെ വിഴുപ്പലക്കലും കൊണ്ട് ഈ മലയാളികളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ വെറും കപട സദാചാരക്കാരും ആശയ ദാരിദ്ര്യവും മറ്റു സാംസ്കാരികമായി അധപ്പതനത്തിലുമാണ്. ഇനി അത് കുറച്ചുകൂടി കൂട്ടാനാണ് ഇവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പണി നിർത്തൂ എന്നുള്ളതാണ് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്. പ്രത്യേകിച്ച് ലക്ഷ്മിപ്രിയോടൊക്കെ പറയാനുള്ളത്, ഒരു 4-5 ബണ്ണ് മേടിച്ച് കഴിച്ചോണ്ടിരിക്കൂ, എന്നിട്ട് എന്ത് ചെയ്യൂ, മിണ്ടാതിരിക്കൂ. ലക്ഷ്മിപ്രിയക്ക് അടുത്ത പണി വരാൻ പോകുന്ന ഒരു വഴി ഏതാന്ന് ചോദിച്ചാൽ, ഇപ്പൊ രേഷ്മ എന്ന് പറയുന്ന SIക്കെതിരെയും കൂടി പരാതി ഉണ്ടല്ലോ. അവരിപ്പോ പറയുന്ന ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട്, ഇപ്പൊ നമ്മൾ പുറത്ത് വിടുന്നില്ല. അവര് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കേസ് കൊടുത്തത്. അത് വേറൊരു വകുപ്പാണ്. അതായത് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രശ്നം നിസ്സാര ഒരു വോയിസ് മെസ്സേജ് അല്ല, അല്ലെങ്കിൽ ഇത്തരം ഒരു മെസ്സേജ് അല്ല, എന്തോ വലിയൊരു ഭീകര പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊടുത്ത കേസാണ്. ഇതിൽ ഞാൻ പ്രതിയല്ല, ലക്ഷ്മിപ്രിയ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ലാസ്റ്റ് ആയമ്മയുടെ കുമ്പസാരം അങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത് ഒരു ഇമോഷണലി ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം ഞാൻ താങ്കളോട് പറയാം. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നു കാക്കനാട്. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ മറ്റേ ഈ നമ്മുടെ ക്യാഷ് കൗണ്ടർ ഉണ്ടല്ലോ, അവിടെ വരുമ്പോഴത്തേക്കും അവിടെ AC ഇല്ലായിരുന്നു.
അപ്പോൾ ഇവരൊരു 5-10 മിനിറ്റ് ഒരു 4-മത്തെ ആളായിട്ടാണ് ഇവർ കുറച്ച് നേരം നിന്നു. ഒരു 2 വാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഭയങ്കരമായി അവിടെ കിടന്ന് ഒച്ചെടുത്തു. കാരണം AC ഇല്ലാതെ ഇവരവിടെ നിന്ന് വേർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ഒച്ചെടുത്തു. അപ്പോൾ ഒച്ചെടുത്ത കാര്യം ഞാൻ വേറൊരാൾക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ട്. ആ കമൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴീനെ തൂക്കിയിട്ട് കാറ്റുകൊണ്ടോണ്ടിരുന്നവരാണ്, ഇപ്പൊ AC ഇല്ലാതെ പറ്റില്ല. അപ്പൊ ഇത്തരത്തിൽ ജനം അവരെ കാണുന്നത് അങ്ങനെയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരെ സംബന്ധിച്ച് വേറൊരു കാര്യം ഈ ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ അത് പറയേണ്ടതെന്ന് വെച്ചാൽ വ്യക്തിപരമായ കാര്യമായിരുന്നു. നമുക്ക് സങ്കടമുള്ള കാര്യമാണ് ചില കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ അവരെ മോശപ്പെടുത്താനൊന്നും വേണ്ടി പറയുന്നില്ല. പക്ഷെ കുറച്ചുകൂടി മച്ചുവേർഡായിട്ട് പെരുമാറണം. അവരെന്താണ് ഞങ്ങൾ തമ്മിൽ പിരിയാൻ പോകുന്നു എന്നൊരു പോസ്റ്റ് ഇടുകയും പിന്നെ മണിക്കൂറുകൾക്ക് ചെയ്ത് പിൻവലിക്കുകയും ചെയ്യും. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പം ഈ ഉഷാ ഹസീനയോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾക്ക് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിൽ എനിക്ക് ലക്ഷ്മിപ്രിയയോടും ഈ പറയുന്ന AMMയിലെ സംഘടനയിലെ ആളുകളോടും പ്രത്യേകിച്ച് വനിതകളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി കൃത്യമായി കാര്യം അവതരിപ്പിക്കും. കാര്യം മാത്രമായ പ്രസക്തമായിട്ട് അവതരിപ്പിക്കും. അല്ലാതെ ഒരാൾ മദ്യപിക്കുന്ന അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, ഒരാൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതോ അവരോട് ഒരുമിച്ച് താമസിക്കുന്ന അവരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അതിന് എന്താണ് ഒരു ലീഗാലിറ്റി ഉള്ളത്? അപ്പൊ ലീഗാലിറ്റി ഒന്നും ഇല്ലെന്ന് അവർക്കറിയാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അത് പറഞ്ഞിട്ടൊന്ന് ഒരു ഇമേജ് ടാർണിഷ് ചെയ്യുക. അതെന്തിനാണ് ആ പണി കേൾക്കുന്നത്? അല്ല, അത് തന്നെയാണ് പറയുന്നത്. എന്താ പറയുന്നത്, ഇപ്പോൾ നല്ലതാണ്, നീറ്റാണെന്നുള്ളത്. എൻ്റെ മകൻ രതീഷ് ചക്രവാണിക്ക് കല്യാണം ആലോചിക്കുന്നു. എൻ്റെ മകൻ കുടിക്കില്ല, വലിക്കില്ല, വേറെ ഒരു പ്രശ്നമില്ല. എൻ്റെ മകനെ കെട്ടാൻ യോഗ്യരായിട്ടുള്ള മക്കൾ വരിക, പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അൻസിബ കൊള്ളില്ലാത്ത കുട്ടിയാണ്, വെള്ളടിക്കും, ഡാൻസ് കളിക്കും. അപ്പോൾ അൻസിബനെ ചുമ്മാ ഇത് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമേ. ഇപ്പം അൻസിബ ലക്ഷ്മിപ്രിയം അല്ലെങ്കിൽ അൻസിബ ശ്വേതയും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ, അൻസിബ പറയുന്ന ഓരോ പോയിന്റ്സും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ആ കുട്ടി പറയുന്നത്. അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും അവ ആയിന്ന് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ലക്ഷ്മിപ്രിയ ആണെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ഇമോഷണലി ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ലേഡി. നീന കുറുപ്പിനെതിരെ പറഞ്ഞ ആ ഒരു വോയിസ് റെക്കോർഡ് മാത്രം കേട്ടാൽ മതി നമുക്ക് അതിന്റെ ഒരു ലെവല് മനസ്സിലാവാനായിട്ട്. പ്രാഗി കൊല്ലുകയാണ്. അല്ല, ഞാൻ വിചാരിക്കുന്നത് ഒന്ന്, ഇവർ യൂട്യൂബുകളിലൂടെ ഉണ്ടാക്കുന്ന ഒരു മലീമസമായിട്ടുള്ള കാര്യം. രണ്ടാമത്തത്, ഈ താങ്കളിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ നീന കുറുപ്പിന്റെ ശബ്ദരേഖ. നീന കുറുപ്പിന്റെ പരാതി താങ്കൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ പൊന്നോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. അതായത് ഈ ടീനി ടോമിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് എന്നിട്ട് ഏറ്റവും വലിയ തമാശ, ഇതെല്ലാം വായിച്ചു നോക്കി നമ്മൾ ഞെട്ടിയിരിക്കുമ്പോൾ ടീനി ടോമിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ടീനി ടോമിൻ്റെ ഇൻ്റർവ്യൂ എന്താണെന്നറിയാം? ഒരു ഷോയൊക്കെ നടക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തന്നിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ സിമ്പിളായി പറയാവുന്ന കാര്യങ്ങളായി മാറിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നൊരു കാര്യം. എന്നിട്ട് ഇവർ വന്ന് സ്ക്രീനിൽ വന്ന് വളരെ ഉത്തമ തിലോത്തമന്മാരായി അതൊക്കെ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം ഇവർ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാലേ ശരിക്കും ഒരു നിസ്സാര അഭിനയമല്ല അത്. ബെസ്റ്റ് ആക്ടേഴ്സ് ആണ്. കാരണം നമ്മൾ ശരിക്കും എങ്ങനെയാണോ അതിന്റെ വളരെ ഘടക വിരുദ്ധമായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പണിയുള്ള കാര്യമുള്ളൂ. നമ്മുടെ ക്യാരക്ടറോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അത്തരത്തിൽ ഇവരൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ സംഘടന? ഞാൻ ഇപ്പോഴും പറയുന്നു, ഒറ്റ വരി കൊണ്ട് തീർത്തിട്ട് ആ സംഭവം വിറ്റിട്ട് AMM എന്നൊക്കെ പറയുന്ന സാധനവും വിറ്റിട്ട് എന്ത് ചെയ്യുക? ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ അവിടെ വർക്ക് ചെയ്യാൻ വന്നൊരു പെൺകുട്ടി, അവിടുത്തെ വാച്ച്മാൻ, ഇവരെല്ലാവരും ഇതിന്റെ ഭാഗമാണ്. അതെ, അവര് പോലും പ്രതികരിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ശരിക്കും സാറ് പറഞ്ഞ പോലെ അത്യാവശ്യം ഭേദപ്പെട്ട ആരും ഇല്ല ഈ സംഘടനയുടെ അകത്ത്. ഉള്ളവരൊക്കെ കൈനീട്ടം ഞാൻ തുറന്നു പറയാം. ഞാനിപ്പോ ഇത്രയും ഇത് കാണിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇത്ര ഉള്ളത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുടെ 10% മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇതിലുള്ള ആരോടെങ്കിലും ഒരാളോട് നമുക്ക് പരിചയമുള്ള വ്യക്തിപരമായ പരിചയമുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവരോട് വിളിച്ച് നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ ഒരു 20 മിനിറ്റ് അവർ നമ്മളോട് ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യം പറയാം. അത് കേട്ടാൽ തന്നെ നമ്മൾ അവിടെ വീണു. അത്രമാത്രം അവിടെയാണ് അൻസിബ വ്യത്യസ്തയായിട്ട് നിൽക്കുന്നതും കൃത്യമായിട്ടും കാര്യങ്ങൾ ആ കുട്ടി പറയുന്നുണ്ട്. ഇപ്പോൾ ആദ്യം തന്നെ അൻസിബ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ലീഗലി നമുക്ക് വരുവാണെങ്കിൽ ആ കുട്ടീനെ പോലീസ് സ്റ്റേഷനിൽ ഹരാസ് ചെയ്തു. ഹരാസ് ചെയ്തിട്ടില്ലെന്നല്ല, ലക്ഷ്മിപ്രിയ പോയിട്ട് സ്വന്തമായിട്ടൊരു ബൂമറാങ് പോലെ സ്വന്തം കുഴി തോണ്ടി വെക്കുക ചെയ്ത. അത് 3 മണിക്കൂർ ഹരാസ് ചെയ്തിട്ടില്ല, 1 മണിക്കൂർ 36 സെക്കൻഡ് ഇത്ര മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതായത് അഡ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ ലക്ഷ്മിപ്രിയ പോലുമല്ല ഞാൻ പറയുന്നത്. ലക്ഷ്മിപ്രിയയുടെ വിവരക്കേട് ഓക്കെ നമുക്ക് സഹിക്കാം. പക്ഷേ ലക്ഷ്മിപ്രിയ കൊണ്ടുപോയിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു, നിങ്ങൾ ഇന്ന ആളുമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടോ, ഇതൊക്കെ മോശമല്ലേ ചേച്ചി എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഈ കേരള പോലീസ് അത് അന്വേഷിക്കാൻ നിൽക്കുകയാണെന്ന് ഞാൻ ചോദിച്ചു. അല്ല, താങ്കൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ മറ്റേ SI SHO ഒക്കെ ഇത് പറയാതെ വേറെ വഴിയില്ല. ഈ നാട്ടില് പാവപ്പെട്ട നിരവധി സാധാരണക്കാരായിട്ടുള്ള ആളുകള് വലിയ അനീതി അനുഭവിക്കുമ്പോൾ അതിനൊന്നും നീതി കൊടുക്കാൻ പ്രാപ്തമല്ലാത്ത അല്ലെങ്കിൽ അത്രയും നമ്പറൊന്നും ഇല്ലാത്ത ഒരു സേനയാണ് പോലീസ് സേന എന്ന് പറഞ്ഞാൽ. ആകെ 60,000 പേരുള്ള
ആ പോലീസ് സേന ഇവരുടെ വിഷയം 3.5 മണിക്കൂർ ചർച്ച ചെയ്തു ഞാൻ അതിന്റെ പേരിൽ നടപടി എടുക്കണമെന്ന് ഞാൻ പറയും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ മെസ്സേജ് അയച്ചു, ആ മെസ്സേജിൽ എൻ്റെ കുടുംബം തകരാൻ പോണേ, നിങ്ങൾ ഈ മെസ്സേജ് വിളിച്ച് സംസാരിക്കും ചോദിക്കുന്നു പറഞ്ഞാൽ അതിന്റെ പുറത്ത് എന്ത് വിളിച്ചു ചോദിക്കണം? അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യം. പിന്നെ നിങ്ങൾ ഇതിന്റെ പുറത്ത് ഒരു ക്രൈം ഉണ്ടോ? ആ ക്രൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ഒഫൻസ് നടക്കാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ വരും. ഇത് എന്താണ് കേരള പോലീസൊക്കെ കാണിക്കണമെന്ന് ഞാൻ വിചാരിക്കണം. സത്യത്തിൽ ഈ പറയുന്ന എൻ്റെ വിശ്വാസം ഒന്നും ഞാൻ ഇടതുപക്ഷ മുന്നണി ഭരിക്കുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ ആ കാര്യത്തിൽ എനിക്ക് വലിയ എതിർപ്പുണ്ട് അവരോട്. കാരണം വെച്ചാൽ ഇത്തരത്തിൽ പോലീസായിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് എന്ത് ശരിക്കും പറഞ്ഞാൽ ഇനിയെങ്കിലും ഈ സംഘടനയുടെ ഇപ്പൊ ഈ ആദ്യ അൻസിബയുടെ ഇന്റർവ്യൂ ഒന്നും ഇതിൽ അൻസിബ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനും വ്യക്തമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല പകരം ടാർണിഷ് ചെയ്യുന്ന കാര്യമാണ് വന്നേക്കണം. ഇനിയും ഈ സമൂഹത്തിൽ എത്രത്തോളം വരുന്ന ഇവർ ഈ പറയുന്ന പോലെ സാംസ്കാരിക അധപ്പതനം ഈ സംഘടന ഉണ്ടാക്കും എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട മോഹൻലാൽ, മമ്മൂട്ടി, നിങ്ങളോടൊക്കെ കുറച്ച് ഇഷ്ടം ജനത്തിനുണ്ട്. നേരെ തോക്കെടുത്ത് വന്ന് മുകളിലേക്ക് ആകാശത്തേക്ക് വെടിവെച്ച് ഇത് പിരിച്ചുവിടും.